അതേനെ, ഇതുപോലുള്ള മുഖംമൂടികളെല്ലാം നല്ല മന്ത്രശക്തിയാലേ അഴിക്കാൻ സാധിക്കുള്ളൂ. മറന്നുപോയോ? നിങ്ങൾക്കത് അഴിക്കണമെങ്കിൽ മന്ത്രലോഷൻ ആവശ്യമാണ്. അങ്ങനെയാണോ? ഉറങ്ങിപ്പോയി. ഇപ്പൊ എന്റെ മുഖത്ത് ആരാ കൈവെക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മഹാഭാവികൾ. ഇത് വെച്ച് നോക്കുമ്പോ മുഖം മൂടി ആ ഭാഗത്താ ഉള്ളത്. ഇല്ല, ഈ ഭാഗത്താണുള്ളതെന്ന് എന്റെ സിഗ്നൽ കാണിക്കുന്നു. ജാക്കി, അവനോട് ഈ അങ്കിളിന്റെ മന്ത്രം മാത്രമേ ശരിയായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞേക്ക്. ഓ, എന്നെ കൊണ്ട് പറ്റില്ല. അങ്കിളിനോട് എനിക്ക് എന്തോ തോന്നുന്നു എന്ന് പറഞ്ഞേക്ക്. എനിക്കൊന്നും അത് അവിടെയാ ഉള്ളതെന്ന് തോന്നുന്നു. സേനാധിപതി പിൻമുഖൻ, നിങ്ങളെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്താ ഒരു വ്യത്യാസം നിങ്ങളുടെ മുഖത്ത്? ഏയ്, നീയോ? അതെ, ആദ്യം എന്നെ രക്ഷിക്കൂ നേതാവേ. എന്നെ അങ്ങനെ ടെന്നീസ് ബോൾ പോലെ തട്ടിക്കളിക്കുക. ഒന്ന് വായടക്കടാ. നിങ്ങളെ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട് വികടനാകൻ. എനിക്കൊരു ആരോഗ്യമുള്ള ശരീരം ഇതുവരെ കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ. ഇത്രയും നാൾ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന ദേഹം എനിക്ക് കിട്ടിക്കഴിഞ്ഞു. വരൂ വരൂ, നിങ്ങളും വന്നു കഴിഞ്ഞോ? എന്റെ ദൈവമേ! ഈ പിശാച് എവിടെന്നാ? ഓ, ജൂലി, എനിക്കറിയില്ല. ഷേഡോക്കാൻ ആക്രമിക്കോ. നിഴൽ കത്തികളോ? ചവറിലാണ് രത്നം ഇരിക്കുക. അങ്ങനത്തെ ഒരു രത്നം എന്റെ അടുത്തുണ്ട്. വേണ്ട, പറയുന്നത് കേൾക്ക്. ഉള്ളിയെടുത്ത് എറിയണ്ട. അയ്യോ, കണ്ണെരിയുന്നു. എന്റെ കണ്ണ് വല്ലാതെ എരിയുന്നു. ആ തടിയനെ പിടിക്കൂ. ജൂലി, അവന്റെ പിറകിൽ ആള് നിൽപ്പുണ്ടെന്ന് പോയി പറ. എന്റെ ആരോഗ്യമുള്ള ശരീരത്തിന് അവനായിരിക്കും ഉത്തമം. ഇപ്പോഴെങ്കിലും നല്ലൊരു വർത്തമാനം പറഞ്ഞല്ലോ. എന്നെ ഒന്ന് താഴെ ഇറക്കി വിടുമോ? എനിക്ക് അത്യാവശ്യമായിട്ടൊരു ജോലിയുണ്ട്. അയ്യോ, ഭീമൻ പോയി. ഭീമാ! അങ്കിൾ ഒന്ന് നിർത്ത്. ഇല്ല, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു. എന്നെ കൊണ്ട് ഭീമനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? എന്റെ മനസ്സിലുള്ള ഈഗോ കാരണമാണ് എനിക്ക് അവനെ നഷ്ടപ്പെട്ടത്. ഇപ്പൊ എന്റെ അസിസ്റ്റന്റ് രാക്ഷസനായി മാറാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നു. ഇനിയൊരു കാര്യം, ഭീമൻ പറഞ്ഞത് വളരെ ശരിയാ. ഇനിയൊരു കാര്യം കൂടി, ഞാൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണടാ. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ടെങ്കിൽ. തീർച്ചയായിട്ടും നല്ല മന്ത്രശക്തി ഇല്ലാതെ അവന്റെ കയ്യിൽ നിന്ന് നമുക്ക് ആ മുഖംമൂടി എടുക്കാൻ കഴിയില്ല അങ്കിൾ. മനസ്സിലായോ? അതുകൊണ്ട് ഭീമയ്ക്കൊന്നും സംഭവിക്കില്ല. നീ പറയുന്നത് സത്യമാണോ ജാക്കി? ഓ, അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു. അവര് മന്ത്രം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഭീമനെ കണ്ടുപിടിച്ചു തന്നെ ആകണം. ഇല്ലെങ്കിൽ ഭീമൻ രാക്ഷസനായി മാറും, അതിന് സംശയമേ വേണ്ട. പക്ഷെ ഭീമനെ എങ്ങനെ കണ്ടുപിടിക്കാനാ? ഭീമൻ ഷാഡോ ലോകത്തിലേക്ക് പോയില്ലേ? അത് തന്നെയാ ഞാൻ പറഞ്ഞത്. നിനക്ക് നല്ല മന്ത്രശക്തി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. മുഖംമൂടി ഇല്ലാതാക്കുന്ന ലോഷൻ നീയല്ലേ തയ്യാറാക്കുന്നത്? ശരി, ഇപ്പോൾ എനിക്ക് ആവശ്യമുണ്ട്. എനിക്ക് തന്നേക്കോ? തരില്ല. മുഖം ആ ഭാഗത്തേക്ക് മാറ്റി വല്ലാതെ നാറുന്നു. ശരിയാ പറഞ്ഞത്. എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്നുണ്ട്. നെയ്ത, ഞാൻ നിങ്ങളെ കൈയെടുത്ത് തൊഴുകയാണ്. ദയവ് ചെയ്ത് അവർ പറയുന്നത് അനുസരിക്ക്. എത്ര നേരം ഞാൻ ഇങ്ങനെയേ ഇരിക്കേണ്ടത്? പറ്റുന്നില്ല, ഞാൻ കരയും. ലോഷൻ തന്നേക്കോ, ഇല്ലെങ്കിൽ നിന്റെ ജീവൻ ആപത്താണ്. അതും ഇതും പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയാ അവസാനം എങ്ങനെയാ? അയ്യോ സ്നേഹിത, അനുസരിക്കൂ അനുസരിക്കൂ അനുസരിക്കൂ. എങ്ങനെയെങ്കിലും ഒന്ന് അനുസരിക്ക്. എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട. ലോഷൻ ഇങ്ങ് തന്നേക്കോ. ഇവിടെയാണോ ഉള്ളത്? നിങ്ങളോട് ഞാൻ പറയുകയാണ്, എന്നെ ഭീമന്റെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പോകൂ. ഞാൻ ചെയ്യുന്നതെല്ലാം പ്രവർത്തിക്കാതെ പോകുന്നല്ലോ. അങ്കിൾ, ഈ നിഴൽ മന്ത്രത്തെ നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലൊരു കാര്യമാണെന്ന് അങ്കിളിന് തോന്നുന്നില്ലേ?